അനുമോൾക്ക് പരിക്ക്. ടാസ്കിനിടയിലായിരുന്നു അനുമോളുടെ മൂക്കിന് പരിക്ക് പറ്റിയത്. വീക്ക്ലി ടാസ്കിന്റെ രണ്ടാം ഘട്ടമായ ഇന്ന് ബിഗ് ബോസ് നൽകിയിരിക്കുന്നത് പാവശാസ്ത്രം എന്ന ടാസ്കായിരുന്നു. പാവകളുടെ പല ബോഡി പാർട്സ് മെഷീന്റെ ഉള്ളിലൂടെ പുറത്തോട്ടേക്ക് വരും. അത് കളക്ട് ചെയ്ത് കറക്റ്റായ പാവയുടെ രീതിയിലേക്ക് എത്തിക്കുന്നവർക്ക് 5 പോയിന്റ് ലഭിക്കുമെന്നായിരുന്നു. അത്തരത്തിൽ കൂടുതൽ പാവകൾ കളക്ട് ചെയ്യുന്നവർക്ക് ഇന്നലെ ലഭിച്ച പോയിന്റിന്റെ കൂടെ അത് കൂട്ടിച്ചേർക്കും. ഇതായിരുന്നു ടാസ്ക്. മെഷീനിന്റെ മുന്നിൽ നിൽക്കുന്നവർക്ക് കൂടുതൽ ബെനിഫിറ്റ് ആയിരുന്നു. അവർ മെഷീനിന്റെ ഉള്ളിലേക്കെല്ലാം കൈയിട്ടുകൊണ്ട് വരുന്ന പാവകളെ കളക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ പിന്നിൽ നിൽക്കുന്നവർക്ക് പാവകളൊന്നും എത്താതെയായപ്പോൾ അവർ മുന്നിലോട്ടേക്ക് ചേർന്ന് നിൽക്കുവാൻ തുടങ്ങി. ഇതിനിടയിൽ അനുമോൾ സ്റ്റക്കാവുകയായിരുന്നു. അനുമോൾ ആര്യന്റെയും അക്ബറിന്റെയും നടുവിൽ കിടന്ന് പിടയുകയായിരുന്നു. ടാസ്ക് ആയതുകൊണ്ട് തന്നെ കൂടുതൽ പാവകളെ കളക്ട് ചെയ്യുക എന്നത് മാത്രമായിരുന്നു അന്നേരം എല്ലാവരുടെയും ഉദ്ദേശം. ആ സമയം അനുമോളും പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അനുമോൾ അതിന്റെ ഉള്ളിൽ സ്റ്റക്കായിട്ടും അനുമോൾ കുറച്ചെല്ലാം കളക്ട് ചെയ്തു. അങ്ങനെ ആദ്യ റൗണ്ടിലെ പാവകൾ കളക്ട് ചെയ്തതിനു ശേഷം അനുമോൾ അവിടെ സോഫയിൽ പോയി ഇരിക്കുകയായിരുന്നു. എന്നിട്ട് കോർണറിൽ ഇരുന്ന് കരയുകയായിരുന്നു. കാരണം അനുമോൾക്ക് നന്നായി ഹേർട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു അനുമോൾ പറഞ്ഞത് അനുമോളുടെ മൂക്ക് അവിടെയുള്ള ബെൽറ്റിൽ ഇടിച്ചിട്ട് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ഇത് കേട്ടതും അക്ബറിന് നേരെ തിരികുകയായിരുന്നു ലക്ഷ്മി. ലക്ഷ്മി പറഞ്ഞു, നീ എത്ര ഹൈറ്റുള്ള വ്യക്തിയാണ്, നിനക്ക് ഒരുപാട് ബോഡി വെയിറ്റ് ഉള്ള ആളല്ലേ, അപ്പോൾ നീ മുന്നിൽ നിൽക്കുന്ന ആളുകളെ കൺസിഡർ ചെയ്യണ്ടേ, നീ എന്തിനാണ് അവളെ ഇങ്ങനെ നോവിച്ചത്, നീ മനഃപൂർവ്വം ചെയ്തതാണ് എന്നുള്ള തരത്തിലായിരുന്നു ലക്ഷ്മി സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു മനസാക്ഷിയുമില്ലാത്ത പെരുമാറ്റമാണ് നീ കാണിച്ചത്. അവൾ ഹൈറ്റ് ഇല്ലാത്തത് നിനക്ക് അറിയാവുന്നതല്ലേ, നീ ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നിനക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് ഇല്ലേ, അപ്പോൾ നീ ടാസ്ക് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണ്ടേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അനുമോൾക്ക് വേണ്ടി അവിടെയുള്ള 3 പെൺകുട്ടികളും സംസാരിക്കുവാൻ തുടങ്ങി. എന്നാൽ അക്ബർ ഒറ്റയ്ക്ക് നിന്ന് തന്നെ അവരെ നേരിട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ടാസ്കിനിടയിൽ ഇതെല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റായി എടുക്കണം. നമുക്ക് ഇതിനു മുന്നേയും എത്ര ടാസ്കുകൾ വന്നിട്ടുണ്ട്, എത്രയാളുടെ ശരീരത്തിൽ നിന്ന് ചോര പൊടിഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ടാസ്കിന്റെ രീതിയിൽ എടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ഇത് മാത്രം എന്തിനാണ് പേഴ്സണലായി എടുക്കുന്നത്? ഇവിടെ എല്ലാവരും ഗെയിം കളിക്കുവാൻ വേണ്ടി വന്നതല്ലേ, അപ്പോൾ അവൾ നിൽക്കുന്നത് പോലെ എനിക്കും നിൽക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഞാൻ അവളുടെ മേലിൽ കയറി നിന്നതൊന്നുമല്ലല്ലോ, സാധനം വന്നപ്പോൾ എടുക്കുവാൻ വേണ്ടി പോയതല്ലേ. അതിന് ലക്ഷ്മി ഇത്രയ്ക്കുമൊന്നും തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സമയവും ലക്ഷ്മി നന്നായി തന്നെ അക്ബറിനെ ഫയർ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. നിനക്ക് ഒട്ടും ഹ്യൂമാനിറ്റി ഇല്ല, നിനക്ക് നിന്റെ മാത്രം കാര്യമാണ്, നീ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് നീ മുന്നിൽ നിൽക്കുന്ന മത്സരാർത്ഥികളെ ഒന്നും കാണാതെ നിന്റെ ലക്ഷ്യം മാത്രം നീ കണ്ടതെന്ന്. ഇതിനിടയിൽ അനുമോൾ ഒരുപാട് തവണ അക്ബറിനെ പ്രാഗിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഇങ്ങനെ നീ ഒരാളെ ദ്രോഹിച്ചുകൊണ്ടാണ് നീ വിജയിക്കുന്നതെങ്കിൽ നിനക്ക് ഒട്ടും അർഹതയില്ല, നിന്നെ ഞാൻ പുറത്തുനിന്ന് കണ്ടോളാം എന്നുള്ള തരത്തിലെല്ലാമായിരുന്നു അനുമോൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഈ പ്രവൃത്തിയെയും ഈ സംസാരത്തെയും ഡിഫെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അക്ബർ. അപ്പോൾ എനിക്ക് ഇവിടെ ടാസ്ക് ഒന്നും കളിക്കണ്ടേ, ഞാനും ഇവിടെ നിന്നെ പോലെ ടാസ്ക് കളിക്കാൻ വേണ്ടി വന്നതല്ലേ, ടാസ്ക് ആകുമ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടാകും. ബാക്കിൽ നിൽക്കുന്ന ആളുകൾക്ക് സാധനം കിട്ടുന്നില്ല, അപ്പോൾ തീർച്ചയായും അവർ അത് കിട്ടുവാൻ വേണ്ടി ശ്രമിക്കുമല്ലോ, അപ്പോൾ ഉന്തും തള്ളുമെല്ലാം ഉണ്ടാകും. അങ്ങനെ വല്ല ബുദ്ധിമുട്ടുമാണെങ്കിൽ പിന്നെ അവൾ എന്തിനാ ഇതിന്റെ ഇടയിൽ കയറി നിന്നത്? ടാസ്ക് തുടങ്ങുന്ന മുന്നേ അവൾക്ക് അറിയാമല്ലോ ഞാനാണ് അവളുടെ ബാക്കിലുള്ളത് എന്ന്. അപ്പോൾ അവൾക്ക് ഡിസ്കംഫർട്ട് ആണെങ്കിൽ അവൾക്ക് അവിടെ നിന്ന് മാറി പൊക്കൂടായിരുന്നില്ലേ എന്ന്. ഈ സമയം അനുമോൾ പറഞ്ഞു, ഞാനൊരു പെൺകുട്ടിയാണ് എന്നുള്ള കൺസിഡറേഷൻ പോലും അവൻ തന്നില്ല, എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതാണ്, അവനെ പോലെയല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അക്ബർ പറഞ്ഞു, ഇവിടെ പെൺകുട്ടി ആൺകുട്ടി എന്നൊന്നുമില്ല, അതുപോലെ ഹൈറ്റ് ഉള്ളവൻ ഹൈറ്റ് ഇല്ലാത്തവൻ എന്നുമില്ല, നമുക്ക് എല്ലാവർക്കും കളിക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് ടാസ്കുകൾ നൽകുന്നത്, അത് നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ കളിക്കണം. അനുമോൾക്ക് വേണ്ടി ലക്ഷ്മി ഒരുപാട് നേരമാണ് വാദിച്ചുകൊണ്ടിരുന്നത്. കൂടെ ആദിലയും ഉണ്ടായിരുന്നു. എനിക്കൊരു സംശയമുണ്ട്, അനുമോൾക്ക് ഇത്രയും ഹൈറ്റ് കുറവുള്ള ഒരു വ്യക്തിയാണ്, ഹൈറ്റ് ഉള്ളവർക്ക് പ്രിവിലേജ് ഉണ്ടെങ്കിൽ അനുമോളെ ഫ്രണ്ടിൽ നിർത്തി ലക്ഷ്മിക്ക് ബാക്കിൽ നിന്നൂടായിരുന്നില്ലേ? ലക്ഷ്മി പിന്നെ എന്തിനാണ് ഏറ്റവും മുമ്പിൽ പോയി നിന്നത്? ഈ ടാസ്ക് എന്തായാലും ഉന്തും തള്ളും വരുന്ന ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പരിക്കുകളെല്ലാം പറ്റുമെന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ അതെല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് കളഞ്ഞാൽ മാത്രം മതി. അക്ബറിനെ കണ്ണിൽ കണ്ടുകൂടാത്ത ഒരു വ്യക്തിയാണ് അനുമോൾ. ആ പക അനുമോൾ ഇവിടെ തീർത്തു. അക്ബർ ഇന്ന് ഒരുപാട് നേരമാണ് അക്ബറിന് വേണ്ടി വാദിച്ചു നിന്നത്. മറ്റുള്ള ആരും അക്ബറിന് വേണ്ടി സംസാരിച്ചില്ല. അനുമോൾക്ക് വേണ്ടിയായിരുന്നു 3 പെൺകുട്ടികളും പിന്നിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്നത്. അനുമോൾ ഇതിനിടയിൽ കുറെ പ്രാകുവാൻ വേണ്ടി മാത്രമായിരുന്നു സംസാരിച്ചത്. പിന്നെ ഇടയ്ക്കിടെ കുറച്ച് കരയുന്നുമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പറഞ്ഞ് അനുമോൾ അക്ബറിനെ ഒരു ഡേർട്ടി മാനായി ചിത്രീകരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ആദിലക്ക് മനസ്സിലായി ഇത് അനുമോളുടെ ഒരു തന്ത്രമാണെന്ന്. പിന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ആദില നിർത്തുവാൻ തുടങ്ങി. കാരണം ടാസ്ക് തുടങ്ങുന്ന മുന്നേ തന്നെ അക്ബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് ഡിസ്കംഫർട്ട് ആണെങ്കിൽ നീ ഇവിടെ നിന്ന് മാറി നിന്നോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാക്ക് കേട്ടിട്ട് അനുമോൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് മാറാമായിരുന്നു. അനുമോൾ അത് മാറാതെ അവിടെ പിടിച്ചു നിന്ന് പരിക്കും പറ്റിയിട്ട് അക്ബറിനെ കുറ്റം പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ടാസ്കിനിടയിൽ എല്ലാവരും പാവകളെ കളക്ട് ചെയ്യുവാനേ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ, അല്ലാതെ മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ ഒന്ന് അടിച്ചമർത്തി തനിക്ക് വിജയിക്കണമെന്നല്ലോ ചിന്തിക്കുന്നത്. ഈ ടാസ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായമായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.